നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പാചകം അറിയാത്ത തുടക്കക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ അറിയാം. അതറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കളാണ് ഇവിടെ കാണിക്കുന്നത്. വെണ്ടയ്ക്ക ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2.5 സവാള മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ കറി ലീവ്സ്, അതായത് കറിവേപ്പില, ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ആണ് ഇട്ട് കൊടുക്കുന്നത്. കടായി നന്നായി ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 പച്ചമുളക് നടുകെ കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. മെഴുക്കുപുരട്ടിക്ക് ആവശ്യമായ വെണ്ടയ്ക്ക നന്നായി ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ. കഴുകി അരിഞ്ഞ വെണ്ടയ്ക്കയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എപ്പോഴും കറി വയ്ക്കാൻ ആവശ്യമായ പച്ചക്കറികൾ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നമ്മളിവിടെ മെഴുക്കുപുരട്ടിയിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. സവാളയും വെണ്ടയ്ക്കയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസ് നമ്മൾക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി തന്നെ യോജിപ്പിക്കുക. ഇത് ഒട്ടും ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നില്ല. നമ്മൾ ഈ പാത്രം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ മൂടിയിൽ നിന്നും ജലാംശം ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഈ വെണ്ടയ്ക്ക ആകെ കൊഴുത്ത് പോകുന്നത് കാണാം. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ച് വേവിക്കാത്തത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം. വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും പാചകം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ബൈ.